നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഇടത് വലത് മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പത്രിക അംഗീകരിച്ചു. യഥാർത്ഥ വരുമാനം കാണിച്ചില്ലെന്ന LDFന്റെയും NDAയുടെയും പരാതികൾ വരണാധികാരി തള്ളി. ജി സുധാകരനെതിരായ പരാമർശത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി. നാടുനീളെ വ്യഭിചരിച്ചു നടന്നവരെ പ്രതിപക്ഷ നേതാവും സംഘവും ന്യായീകരിക്കുന്നു എന്നും മുഖ്യമന്ത്രി. ഗണേഷിനെതിരായ പരാതി കുടുംബ പ്രശ്നമെന്നും മുഖ്യമന്ത്രി. PT കുഞ്ഞുമുഹമ്മദിനെതിരായ പീഡന പരാതി മുഖ്യമന്ത്രി പൂഴ്ത്തിയെന്നും ജനങ്ങൾ തെരുവിൽ ഇറങ്ങി ചോദ്യം ചോദിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കുവാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. തർക്കം പാലക്കാട്, എറണാകുളം ജില്ലകളിലെ പള്ളികളിൽ. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയാണെന്നും ശബരിമല യുവതി പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് സുപ്രീം കോടതി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സർവകക്ഷി യോഗം വിളിച്ച കേന്ദ്ര സർക്കാർ. പ്രതിസന്ധി മറികടക്കാൻ സമയം വേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി. വെല്ലുവിളി നേരിടാൻ രാജ്യം തയ്യാറായിരിക്കണമെന്നും രാജ്യസഭയിൽ മോദി. സമാധാനത്തിന് ഇറാന് ഒരു അവസരം കൂടി നൽകുന്നുവെന്ന് ട്രംപ്. അമേരിക്കയുടെ ഒത്തുതീർപ്പ് സന്ദേശം ലഭിച്ചുവെന്ന് സ്ഥിരീകരിച്ച ഇറാൻ. ടിക്കറ്റ് റദ്ദാക്കുന്നതിൽ പരിഷ്കാരങ്ങളുമായി റെയിൽവേ. റീഫണ്ട് ലഭിക്കാൻ യാത്ര പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുമ്പ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം. പരമാവധി റീഫണ്ട് ലഭിക്കുക 72 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്താൽ മാത്രം. 24 മണിക്കൂർ മുമ്പെങ്കിൽ 25% ചാർജ് ഈടാക്കും. അരമണിക്കൂർ മുമ്പ് വരെ ബോർഡിംഗ് പോയിന്റ് മാറ്റാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ നേരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ LDFും UDFും കോടതിയെ സമീപിക്കും. കുന്നത്തൂരിലെ LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ്റെ 2 പത്രികകളും സ്വീകരിച്ചു. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും NDAക്കെതിരെ രംഗത്ത് വരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചതിനെതിരെ നിയമ നടപടിക്ക് പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്? രാജേഷ്, ഏതായാലും ഈ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിലെ ഈ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വരാൻ അല്പസമയം ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേമത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക ഇത്തരത്തിൽ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നൊരു സമയമായിരുന്നു. പക്ഷേ ഏതായാലും ആ ആശങ്കകൾക്കൊക്കെ പരിഹാരമായി ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക ഏതായാലും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 200 കോടി രൂപയുടെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു, അല്ലെങ്കിൽ സത്യവാങ്മൂലത്തിൽ ആ വിവരങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള K. ശബരിനാഥൻ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത്. ആ പരാതിയിൽ വസ്തുതയില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വിശദമാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ 200 കോടി രൂപയുടെ ഒരു വീടും ഭൂമിയും ഉൾപ്പെടുന്ന സ്വത്ത് വിവരങ്ങളാണ് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ ഏതായാലും ഈ 200 കോടിയുടെ സ്വത്ത് വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിലാണ്, ഒരു കമ്പനിയുടെ പേരിലാണ്, തൻ്റെ സ്വന്തം പേരിലല്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചത്. ആ വിശദാംശമാണ്, അല്ലെങ്കിൽ ആ വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചത്. അതിനെ തുടർന്ന് ഈ സൂക്ഷ്മ പരിശോധനയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ UDFും LDFും ഇതുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ കോടതിയെ നിലവിൽ ഏതായാലും നിയമ നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനയാണ് നൽകിയിട്ടുള്ളത്. അതേസമയം ഈ കുന്നത്തൂർ
കോയമ്പത്തൂരിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കോവൂർ കുഞ്ഞുമോൻ 2 പത്രികകൾ സമർപ്പിച്ചിരുന്നു. ആ 2 പത്രികകളും തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോവൂർ കുഞ്ഞുമോൻ്റെ 2 പത്രികകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതായാലും ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ ആ 2 പത്രികകളും സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അമ്പലപ്പുഴയിൽ G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് G. സുധാകരൻ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അപരനായിട്ടൊരു സുധാകരൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സുധാകരൻ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കണ്ണൂരിൽ ഇത്തരത്തിൽ 2 ഡമ്മി സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രിക തള്ളി എന്നുള്ളൊരു വിവരവും നമുക്ക് ഏതായാലും നിലവിൽ പുറത്തു വരുന്നുണ്ട്. അല്പസമയം കൂടി കാത്തിരിക്കണം. ഇതിന് വിശദമായൊരു വിവരങ്ങൾ പുറത്തു വരുന്നതിനായി നമുക്ക് ഏതായാലും അല്പസമയം കൂടി കാത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള ഈ സൂക്ഷ്മ പരിശോധനകൾ പൂർത്തിയാക്കി 140 മണ്ഡലങ്ങളിലെ എത്ര പത്രികകൾ തള്ളിയിട്ടുണ്ട്, എത്ര പത്രികകൾ സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു. പത്രികയിൽ യഥാർത്ഥ വരുമാനം കാണിച്ചില്ല എന്നും വിവരങ്ങൾ മറച്ചുവെച്ചു എന്നും ആരോപിച്ച് LDFും NDAയും നൽകിയ പരാതികൾ വരണാധികാരി തള്ളുകയായിരുന്നു. സതീശൻ നൽകിയ വിശദീകരണം തൃപ്തികരമാണെന്ന് വിലയിരുത്തിയാണ് പത്രിക സ്വീകരിച്ചത്. കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും പത്രിക സ്വീകരിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പരാതിക്കാർ അറിയിച്ചു. നമ്മൾ റേസ് ചെയ്തത് കാരണം 4A അഫിഡവിറ്റ് എന്ന് പറയുന്നത് 33A പ്രകാരമുള്ള നോമിനേഷൻ്റെ കൂടെയുള്ളതാണ്. അത് നോമിനേഷൻ്റെ ഭാഗമാണ്. ഇപ്പം നോമിനേഷൻ്റെ ഒറ്റ കാര്യം, പ്രതിപക്ഷ നേതാവ് എത്ര ശമ്പളം മേടിച്ചു എന്ന് പറയണ്ടേ? 5 കൊല്ലമായിട്ട് അദ്ദേഹം എത്ര ശമ്പളം മേടിച്ചു, അദ്ദേഹത്തിൻ്റെ വരുമാനം എന്താണെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയില്ലേ? അത് ഡിസ്ക്ലോസ് ചെയ്യണ്ടേ? അത് ചെയ്തിട്ടില്ല. സ്വർണത്തിൻ്റെ വില, ഭാര്യയുടെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ വില ജനങ്ങളോട് പറയണ്ടേ? എല്ലാ മനുഷ്യർക്കും അറിയാം സ്വർണത്തിന് 1,05,800 രൂപയാണ് ഇന്നലത്തെ വില എന്നുള്ളത്. അതെല്ലാം കൂടി കുറച്ച് കാണിച്ചാൽ നുണ പറയാൻ പാടുണ്ടോ? ഇതെല്ലാം കൃത്യമായിട്ട് തെളിവുകൾ സഹിതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പരിഗണിച്ചിട്ടില്ല. BJP സ്നേഹിതന്മാർ ഈ ഒബ്ജക്ഷനൊക്കെ ഞങ്ങൾ റേസ് ചെയ്യുമ്പോൾ മൗനം പാലിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനുമായിട്ടുള്ളൊരു കൊളൂഷൻ യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള ആരോപണം കൂടി ഉത്തരവാദിത്തപ്പെട്ടൊരു ഏജന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുക. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. LDFും UDFും പത്രികയെ എതിർത്തു. കേസിൽ ശിക്ഷ വിധിച്ചാൽ മാത്രമേ പത്രിക തള്ളാൻ കഴിയൂ എന്ന് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി. സുധാകരനെ ചെറ്റയെന്ന് വിളിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ചെറ്റത്തരമെന്നാണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെറ്റത്തരം എന്ന വാക്ക് എന്നാണ് അശ്ലീലമായി മാറിയതെന്നും അദ്ദേഹം ഇടുക്കി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. G. സുധാകരനെതിരായ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. താൻ സുധാകരന്റെ രാഷ്ട്രീയ ചെറ്റത്തരത്തെയാണ് വിമർശിച്ചതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ? ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെന്ററി ആയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരായ KC വേണുഗോപാലിന്റെ പരാമർശത്തിനും മറുപടിയുണ്ടായി. സമനില തെറ്റിയത് തനിക്കല്ല, ആർക്കാണ് സമനില തെറ്റിയതെന്ന് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നാട് മുഴുവൻ വിഭജിക്കാൻ നടന്നിട്ട് സ്ത്രീകളെ വലിയ തോതിൽ ദുർബോധനപ്പെടുത്തി ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് അവരെ ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ ചെയ്തു? അതല്ലേ പ്രതിപക്ഷ നേതാവും സംഘവും ചെയ്തത്? അമൃത ന്യൂസ്, ഇടുക്കി. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണോ, വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി ചോദ്യം ചോദിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നാട് മുഴുവനും വ്യഭിചരിച്ചു നടന്നവനെ കൂടെ നിർത്തിയ ആളാണ് പ്രതിപക്ഷ നേതാവ് എന്ന പരാമർശം ചേരുക മുഖ്യമന്ത്രിക്കെന്നും സതീശൻ തിരിച്ചടിച്ചു. ഞങ്ങൾ പണ്ട് പറയാറുണ്ടല്ലോ, അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓൾ ഇന്ത്യ റേഡിയോയോട് നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. വീട്ടിലല്ല, ജനങ്ങൾ തെരുവിലിറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മറുപടി പറയിപ്പിക്കും. നിങ്ങളുടെ ദുഷ്ചെയ്തികളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കും.
അതേസമയം ഡീൽ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് ആരാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. CPM BJP ഡീൽ വ്യക്തമാണെന്നും വി ഡി സതീശൻ ആവർത്തിച്ചു. ഇപ്പൊ ഡീൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായി മുഖ്യമന്ത്രി. ഞാൻ കുറേ സീറ്റുകളുടെ കാര്യം ഇന്നലെ പറഞ്ഞു അല്ലേ? പാലക്കാട് പറഞ്ഞു, കോന്നി പറഞ്ഞു, റാന്നി പറഞ്ഞു. ഏറ്റുമാനൂർ എന്തായിരുന്നു? ഏറ്റുമാനൂർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയില്ല. 2020 ഏറ്റുമാനൂർ BJP വോട്ട് പിടിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. തൃപ്പൂണിത്തുറയിൽ 23,000-ലധികം വോട്ട് BJP പിടിക്കുകയും BJP തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിക്കുകയും ചെയ്ത സ്ഥലമാണ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. 2020 ഇതാണ് സ്ഥിതി. ചെങ്ങന്നൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തി, പക്ഷേ പാർട്ടിക്കകത്ത് ഭയങ്കര കലാപം ഉണ്ടാക്കുന്ന ആളെ നിർത്തി കൊടുത്തു. വീണ്ടും ആറന്മുളയിൽ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പോയപ്പോൾ BJPയിൽ കലാപം ഉണ്ടായതുകൊണ്ടാണ് കുമ്മനൻ്റെ ആഴ്ചയിരുന്ന സീറ്റ് കൊടുത്തത്. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂർ, ഏറ്റുമാനൂർ, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77. ആർക്കറിയാൻ പാടില്ലാത്തത്? ശ്രീ എമ്മുമായി അടച്ചിട്ട മുറിയിൽ RSS നേതാക്കളുമായി മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയതാരാ? പിണറായി വിജയനാണ്, VD സതീശനല്ല. അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് ഞാൻ. എല്ലാ മണ്ഡലത്തിലും CPM BJP ഡീൽ എന്ന ആരോപണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്ത് അസംബന്ധവും എഴുന്നള്ളിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒരു മടിയുമില്ല. AKG പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിനും RSSനും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് നുണ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്നും പിണറായി വിജയൻ പറഞ്ഞു. പച്ചയായി RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി. ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ അതെല്ലാം ചെയ്തവരാണ്. കേരളത്തിൽ എന്തെല്ലാം അനുഭവം, എല്ലാത്തിൻ്റെയും ലീസ്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓർമ്മയില്ലേ കോലീബിയുടെ കാര്യം? പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്. കോലീബി സഖ്യത്തിൽ വടകരയിലും ബേപ്പൂരിലും കൃത്യമായ ധാരണയല്ലേ ഉണ്ടാക്കിയത്. പൊളിറ്റിക്കൽ ഡീൽ പുറത്തു വരുന്നതിൻ്റെ അസ്വസ്ഥതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. BJPയുമായി സർക്കാർ ഡീൽ ഉണ്ടാക്കി. കഴിഞ്ഞ ദിവസം കോന്നിയിൽ PR ഏജൻസി ഇല്ലാത്തതുകൊണ്ട് പിണറായി വിജയൻ്റെ യഥാർത്ഥ സ്വഭാവം വീണ്ടും പുറത്തു വന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും കാരണമാണ് പലരും CPMൽ നിന്നും പുറത്തു വരുന്നത്. പരസ്യത്തിൻ്റെ പേരിൽ കിഫ്ബി വ്യക്തികൾക്ക് പണം നൽകിയതിൽ UDF അധികാരത്തിൽ വന്നാൽ അന്വേഷണം നടത്തും എന്നും ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കേരളത്തിൽ CPMും BJPയും RSSും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്, അപ്പോൾ ഇതാരംഭിച്ചിട്ട് കുറേ നാളുകളായി. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായി ഒരക്ഷരം കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കാറില്ല, സഭയ്ക്കകത്തും പുറത്തും. ഏതോ ഒരു പാവപ്പെട്ടൻ ചോദ്യം ചോദിച്ചപ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. ഇപ്പോൾ PR ഏജൻസി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. കോന്നിയിൽ വെച്ച് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞത് അവിടെയാണ്. അതിനിടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ തെളിയുന്നുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന പിണറായി വിജയൻ എന്നെ കോന്നി വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കോട്ടയത്ത് ഇത്തവണ തൻ്റെ ഭൂരിപക്ഷം ഉയരുമെന്ന് UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലത്തിൽ ആകെ UDF തരംഗമാണ് നിലവിലുള്ളത്.
SIR-ലൂടെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയ UDF വോട്ടുകൾ തിരികെ ചേർക്കാനായിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. കോട്ടയം CMS കോളേജിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഹോളി ആഘോഷം നടത്തി ഇന്നത്തെ പ്രചരണം കളറാക്കിയിരിക്കുകയാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. പ്രചരണമൊക്കെ മൊത്തത്തിൽ കളറാണ് സാറേ? കളർഫുള്ളാണ്. എങ്ങനെയുണ്ട് ഈ ദിവസങ്ങളിൽ ഒരു ആളുകളുമായിട്ടുള്ള ഇടപെടലിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? നല്ല ത്രില്ലിംഗ് ആണ്. വളരെ ആവേശകരമായ അന്തരീക്ഷം. കോട്ടയത്തെ പോരാട്ടം എങ്ങനെയുണ്ട് ഇത്തവണ? ഒരു ത്രികോണ മത്സരം അങ്ങനെ വല്ലതും ഉണ്ട് സാധ്യത കാണുന്നത്? പോരാട്ടമല്ലേ, അത് ഏത് ത്രികോണമാകാം, ചതുഷ്കോണമാകാം, പലതും ആകാം. പക്ഷേ ഏത് രൂപത്തിൽ പോകുമെന്നുള്ള ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് നടക്കാൻ പോകുന്നത്. 10 കൊല്ലക്കാലമായി കോട്ടയത്തെ ജനങ്ങൾ ഇതെല്ലാം സഹിച്ച് വിഷമിച്ച് ജീവിക്കുകയാണ്. അതിൻ്റെ ഒരു മോചനത്തിൻ്റെ മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരാൻ പോകുന്നത്. ഇടതുപക്ഷം ആരോപിക്കുന്ന ഇവിടെ നമ്മുടെ ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള വികസനങ്ങളിൽ തിരുവഞ്ചൂർ തടസ്സം നിന്നുവെന്നാണ്. പിന്നെ ഞാൻ തടസ്സം നിന്ന ആണല്ലോ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഇങ്ങനെ മുട്ടും മടക്കി നിൽക്കുന്നത്. ഞാൻ തടസ്സം നിന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് അത്രയേ ഉള്ളൂ എന്നൊരിക്കൽ പിന്നെ എന്തിനാ ഇവർക്ക് ഗവൺമെൻറ്? അന്നും തടസ്സം നിന്നാൽ പോരെ, ആ ഗവൺമെൻറ്റിൻ്റെ കാര്യമില്ലല്ലോ. അപ്പോൾ വെറുതെ പറയുന്ന അപ്പം വീഴുന്നതിൽ ഒരു മറുപടി പറയുക, ഇങ്ങോട്ടൊരു 10 വന്നാൽ 2 10 അങ്ങോട്ട് അടിക്കുന്നതിന് വേണ്ടി ശ്രമം, അത്രയേ ഉള്ളൂ. നിങ്ങളതൊന്നും ഗൗരവത്തിലെടുക്കുകയും വേണ്ട. ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളിപ്പോൾ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് അവർക്ക് ഒരു സന്ദർഭം എത്താൻ പോകുന്ന പോളിംഗ് ഡേറ്റിൽ അപ്പോൾ തീരുമാനം ഉണ്ടാകും. ഈ നമ്മുടെ ആകാശപാതയുടെ കാര്യത്തിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? ആകാശപാത ഞങ്ങൾ തുടങ്ങി, പക്ഷേ ഇവർ ചവിട്ടി വെക്കി. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് 15 കൊല്ലമുള്ള ടെക്നോളജി അനുസരിച്ചാണ് അന്നിത് പണിയാൻ പറ്റിയത്. പുതിയ ടെക്നോളജി അനുസരിച്ച് ഇതിനേക്കാൾ മെച്ചപ്പെടുത്തി എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള സാങ്കേതിക വിദ്യ കൂടി നോക്കി അടുത്ത ഗവൺമെൻറ് തീരുമാനിക്കും. അപ്പോൾ ഈ നമുക്കൊരു ഭൂരിപക്ഷമൊക്കെ പ്രവചിക്കുന്ന ഒരു സമയമായോ? എല്ലാ തവണയും 10,000ങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ എങ്ങനെയാണ് കാണുന്നത്? അതിനകത്ത് എന്ത് വ്യത്യാസമാണ്? 10,000-ൻ്റെ പ്ലസ് നിലവിലുള്ള ഗവൺമെൻറ് ആൻറ്റി ഇൻകംബൻസി. ഈ SIR വന്നപ്പോൾ കുറച്ച് വോട്ടുകളൊക്കെ കട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളത് പോയിട്ടില്ല. ഞങ്ങളത് പോയ 36,000 പേരെ ഇവർ കട്ട് ചെയ്യിച്ചിരുന്നു. പക്ഷേ 36,000 പേരും തിരിച്ചു കയറി. ഇവരറിഞ്ഞിട്ടില്ല അവർ. അപ്പോൾ തീർച്ചയായും ഏതായാലും ഇത്തവണയും ഭൂരിപക്ഷത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ ആകാശപാത നടപ്പാക്കാൻ, അത് അത്യാധുനിക സംവിധാനങ്ങളോടെ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിതുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അവകാശ പോരാട്ടം നടത്തിയ ആശമാരോട് പ്രതികാരം ചെയ്യുന്ന സർക്കാരിനെതിരെ വിധി എഴുതണമെന്ന ആവശ്യം ഉന്നയിച്ചായിരിക്കും പ്രചാരണം. സമരങ്ങളിലൂടെ നേടിയെടുത്ത തങ്ങളുടെ അവകാശങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നും ആശാ വർക്കർമാർ ആരോപിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണമുന്നണി പ്രതിനിധിക്ക് വോട്ട് നൽകരുത് എന്ന നിലപാട് ആശാവർക്കർമാർ സ്വീകരിച്ചിരുന്നു. ആ നിലപാട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാനാണ് ആശമാരുടെ തീരുമാനം. LDF സർക്കാർ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത മിനിമം വേതനം നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരത്തെ തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായി സർക്കാർ നേരിട്ടുവെന്നും അവസാനം മറ്റ് മാർഗങ്ങളില്ലാതെയാണ് 2000 രൂപയുടെ ഓണറേറിയം വർധനവ് വരുത്തിയത് എന്നും ആശമാർ പറഞ്ഞു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച് ഇതുവരെ യാതൊരു വിവരവും സർക്കാർ പറഞ്ഞിട്ടില്ല. സമരത്തിൽ പങ്കെടുത്ത ആശാവർക്കർമാരോട് പ്രതികാര മനോഭാവത്തിൽ പെരുമാറുന്നുവെന്നും ആരോപിച്ചു. തൊഴിലാളി വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രചാരണം നടത്താനും LDF സർക്കാരിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുമെന്നും ആശമാർ അറിയിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ആശാവർക്കർമാരുടെ നിലപാട് എന്താണ് എന്ന് പൊതുസമൂഹത്തിൽ അറിയിച്ചു. ഈ സമരത്തെ ഇത്രയും തൊഴിലാളി വിരുദ്ധമായി ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സർക്കാരിൻ്റെ പ്രതിനിധിക്ക് വോട്ട് കൊടുക്കരുത് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അഭ്യർത്ഥന. ഇത്തരത്തിൽ ഒരു സ്ത്രീ തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെടാൻ അവർക്ക് യോഗ്യതയില്ല എന്നുള്ളതുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെടുത്ത അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുത്തത്. ഇപ്പോഴും ഞങ്ങൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10-ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരം ആരംഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിൻ്റെ കോഴിക്കോട് നടക്കാവിലെ വീട് ജപ്തി ഭീഷണിയിൽ. കിഴക്കേ നടക്കാവിലെ ക്രസന്റ് ഹൗസ് എന്ന വീടിനാണ്
മുനീറിന് 58 ലക്ഷം രൂപയുടെ ബാധ്യതയുള്ളത്. ഇത് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം 49 ലക്ഷം രൂപയായി നിശ്ചയിച്ചിരുന്നു. പക്ഷേ ഇതും അദ്ദേഹത്തിന് അടച്ചു കഴിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് ഈ മാസം മാർച്ച് 31 മുമ്പ് ബാധ്യത തീർത്തില്ല എങ്കിൽ ജപ്തി അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ബാങ്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ജപ്തി നോട്ടീസ് ലഭിച്ചത് വ്യക്തിപരമായ കാര്യമാണെന്നും അടയ്ക്കാൻ എന്തേലും മാർഗം നോക്കുമെന്നും MK മുനീർ പറഞ്ഞു. പാർട്ടിയോട് സഹായം ചോദിക്കാറില്ല, നേതൃത്വം അന്വേഷിച്ചിരുന്നു. വീടിന് വേണ്ടി എടുത്ത ലോണാണ് ബാധ്യതയായി മാറിയതെന്നും മുനീർ പറഞ്ഞു. CPM ഭരണസമിതിക്ക് കീഴിലുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബാങ്ക് പ്രസിഡന്റായിരുന്ന പൊൻതാമര പിള്ള നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. അടൂർ സർവീസ് സഹകരണ ബാങ്കിലെ ലക്ഷങ്ങളുടെ അഴിമതി പുറത്തുവന്നതോടെ വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസിനെ മറികടന്ന് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. CPM-ന്റെ മുതിർന്ന നേതാവും മുൻ MLA-യുമായ R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമരപിള്ള ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. 75 ലക്ഷത്തിലധികം രൂപയുടെ ക്രമക്കേട് തന്റെ തലയിൽ കെട്ടിവെക്കാൻ സഹപ്രവർത്തകരായ ബോർഡ് അംഗങ്ങളും CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളും ശ്രമിക്കുന്നുവെന്നായിരുന്നു പൊൻതാമരപിള്ളയുടെ ഗുരുതരമായ ആരോപണം. 2024 മുതൽ ബാങ്ക് പ്രസിഡന്റും മഹിളാ അസോസിയേഷൻ നേതാവുമായ ഒരാൾ സ്വന്തം പാർട്ടിക്കെതിരെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. താൻ പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നതിന് മുൻപ് വലിയ സാമ്പത്തിക തിരിമറികൾ നടന്നുവെന്നും പാർട്ടിയിലെ ചിലർ ഇതിന് പിന്നിലുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ CPM നേതൃത്വം ഇതുവരെ ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബാങ്കിലെ മുഴുവൻ ഇടപാടുകളിലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കുവാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. പാലക്കാട്, എറണാകുളം ജില്ലകളിലെ പള്ളികളിലാണ് തർക്കം. കൂടുതൽ വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, എന്താണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാട്? ആർക്ക് ഇത് അനുകൂലമാകും? രാജേഷ്, ഇത് സുപ്രീം കോടതി ഉത്തരവിന്റെ പ്രകാരം അത് എക്സിക്യൂട്ട് ചെയ്യുവാനായി ഹൈക്കോടതിയെ നിയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഹൈക്കോടതി ഓരോ പള്ളിയുടെയും ഏറ്റെടുക്കൽ സംബന്ധമായി പ്രത്യേക ഉത്തരവുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനു മുമ്പുള്ള മാർഗനിർദ്ദേശങ്ങളും സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളും ചട്ടപ്രകാരം കുറച്ച് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവിന്റെയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോഴുള്ള ഈ പുതിയ പള്ളി ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചു വേണമെന്നുള്ളത് കൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. എന്നാൽ തുടർന്നും ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കേണ്ട ആ ഒരു പ്രക്രിയ തുടർന്ന് നടക്കും. അതിനായി ഈ യാക്കോബായ സമുദായവും ഓർത്തഡോക്സ് സമുദായവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിൽ ഹൈക്കോടതിയെ തന്നെ വീണ്ടും സമീപിച്ച് ഇത് തുടർന്ന് കൊണ്ടുപോകാവുന്ന ഒരു രീതിയാണ് ഇതിന്റെ ഉത്തരവുകൾ നിലവിലുള്ളത്. രാജേഷ്. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പള്ളികളിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റിയാണെന്നും ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന് മുമ്പാകെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചു. അതേസമയം മതം മാറിയവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് മറ്റൊരു കേസിൽ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിർബന്ധമാക്കുന്ന തരത്തിൽ സുപ്രീം കോടതി ഉത്തരവിറക്കരുതെന്നാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചത്. പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പള്ളി കമ്മിറ്റികളാണ്. ഇക്കാര്യം കോടതി ഇടപെട്ട് തീരുമാനിക്കുന്നത് ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരം ലഭിക്കുന്ന സംരക്ഷണങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാകുമെന്നും ബോർഡ് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്കായി എഴുതി നൽകിയ വാദത്തിലാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്.
വിവിധ മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങളിൽ ഏപ്രിൽ 7 മുതൽ സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ വിശദമായ വാദം ആരംഭിക്കും. അതേസമയം മതപരിവർത്തനം ചെയ്താൽ പട്ടികജാതി ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന മറ്റൊരു കേസിൽ സുപ്രീം കോടതി നിർണായക ഉത്തരവിറക്കി. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകുമെന്ന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഹിന്ദു, സിഖ്, ബുദ്ധമതക്കാർക്ക് മാത്രമേ പട്ടികജാതി പട്ടികവർഗ പദവി അവകാശപ്പെടാൻ കഴിയൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൽ റെയിൽവേ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 72 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് പരമാവധി റീഫണ്ട് ലഭിക്കും. 24 മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യുന്നവർക്ക് 25% ചാർജ് ഈടാക്കും. 8 മണിക്കൂർ മുമ്പ് വരെ 50% ചാർജ് ഈടാക്കും. 8 മണിക്കൂറിൽ കുറവ് ഒരു തുകയും ലഭിക്കില്ല. റീഫണ്ട് തുക നൽകുന്ന നടപടികളും എളുപ്പത്തിലാക്കിയിട്ടുണ്ട്. യാത്ര തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ് വരെ ട്രാവൽ ക്ലാസ് അപ്ഗ്രേഡ് ചെയ്യാം. നേരത്തെ ചാർട്ട് വരുന്നതിന് മുമ്പ് ചെയ്യാമായിരുന്നു. ബോർഡിംഗ് പോയിന്റ് 30 മിനിറ്റ് മുമ്പ് വരെ ഇനി മാറ്റാൻ കഴിയും. ഇനി അടുത്തുള്ള ഏത് സ്റ്റേഷനിൽ നിന്നും ബോർഡിംഗ് മാറ്റി കയറാം എന്നതാണ് പ്രത്യേകത. നഗരമേഖലകളിൽ വലിയ ഗുണകരമാകുമെന്നും റെയിൽവേ അറിയിക്കുന്നു. മുള്ളൻപന്നിയെ തല്ലിക്കൊന്ന കേസിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി വനംവകുപ്പ് ഓഫീസിൽ കീഴടങ്ങി. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ മാസം 28-നാണ് കേസിനാസ്പദമായ സംഭവം. വെള്ളനാട് ഒരു കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മുള്ളൻപന്നി കയറിയത്. വിവരം അറിഞ്ഞെത്തിയ ശശി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ കാത്തു നിൽക്കാതെ ഇരുമ്പ് വടി കൊണ്ട് മുള്ളൻപന്നിയെ തല്ലി കൊല്ലുകയായിരുന്നു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ശശിയുടെ കീഴടങ്ങൽ. പശ്ചിമേഷ്യൻ സംഘർഷവും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. നാളെ വൈകിട്ട് 5 മണിക്ക് ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കളും പങ്കെടുക്കും. സംഘർഷവുമായി ബന്ധപ്പെട്ട നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ, പ്രതിരോധ തയ്യാറെടുപ്പ്, ഊർജ്ജ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. സംഘർഷം അവസാനിപ്പിക്കാൻ പശ്ചിമേഷ്യൻ നേതാക്കളുമായി സംസാരിച്ചതായും യുദ്ധം അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞിരുന്നു. जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. गल्फ देशों में करीब 1 करोड़ भारतीय रहते हैं, वहां काम करते हैं. उनके जीवन और आजीविका की सुरक्षा भी भारत के लिए बहुत बड़ी चिंता है. होर्मुज स्ट्रेट में दुनिया के अनेक जहाज फंसे हैं. उनमें बहुत बड़ी संख्या में भारतीय क्रू मेंबर्स हैं. ये भी भारत के लिए एक बड़ी चिंता का विषय है. സമാധാനത്തിലേക്ക് എത്താൻ ഇറാൻ ഒരു അവസരം കൂടി നൽകാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഇറാനെതിരായ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം നെതന്യാഹു ട്രംപിനോട് വിശദീകരിച്ചിരുന്നുവെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരായ സൈനിക നടപടിക്ക് ട്രംപ് നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെന്നും ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ മേഖലയിൽ സൈനിക വിന്യാസം നടത്തിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വ്യക്തിത്വ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന നടൻ മോഹൻലാലിൻ്റെ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ. തൻ്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ലാൽ കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ജ്യോതി സിംഗാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ സമാനമായ ആവശ്യം ഉന്നയിച്ച് നിരവധി ബോളിവുഡ് താരങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മാവോയിസ്റ്റ് തടവുകാരൻ രൂപേഷ് 11 വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനായി. ഉടുമ്പൽപേട്ട കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ജയിൽ മോചനം. 43 UAPA കേസുകളാണ് രൂപേഷിനെതിരെ ഉണ്ടായിരുന്നത്. 15-ലധികം കേസുകളിൽ നടപടി അവസാനിപ്പിച്ചു. കർമ്മത്താപ്പേട്ടയിൽ നിന്ന് 11 വർഷം മുമ്പാണ് രൂപേഷ് അറസ്റ്റിലായത്. തൻ്റെ പുസ്തകത്തിന് അനുമതി തരാതിരുന്ന ഇടതുപക്ഷത്തിന് നന്ദിയെന്ന് രൂപേഷ് പറഞ്ഞു. പുസ്തകത്തിന് അനുമതി തന്നാൽ യഥാർത്ഥ ഇടതുപക്ഷമാണെന്ന് കരുതിയേനെയെന്നും രൂപേഷ് പ്രതികരിച്ചു. സമയമെടുക്കും ഒരു കോപ്പ് ഓഫ് ദ സിറ്റുവേഷൻ. എനിക്ക് അതിൽ ഇടതുപക്ഷത്തിനോട് നന്ദിയുണ്ട്. കാരണം ഇടതുപക്ഷം എനിക്കത് അംഗീകാരം തരികയായിരുന്നെങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് എ ഡിസില്യൂഷൻ, ഒരു പുരോഗമന ഒരു സംഗതിയാണെന്ന് വിചാരിക്കുകയായിരുന്നു. അത് ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇറ്റ് ഷോസ് അതിൻ്റെ ഒരു
യഥാർത്ഥ മുഖം. ഇപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു പ്രത്യേകിച്ച് അധികാരത്തിൻ്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യണത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി അതിലൊരു കഥാപാത്രം കൂടിയാണ് ആസ് എ പോസിറ്റീവ് ക്യാരക്ടർ. പക്ഷേ അപ്പോൾ പലരും വിചാരിച്ച എന്താ വെച്ചാൽ അനൂപൊക്കെ ഇതിൻ്റെ ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതൊന്നും കുഴപ്പമുണ്ടാവില്ല സഖാവേ ഇതിന് സാങ്ഷൻ കിട്ടാൻ. ചുട്ടുപൊള്ളി കേരളം വ്യാഴാഴ്ച വരെ താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില 37 സെൽഷ്യസ് വരെയും ഉയർന്നേക്കും. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാനിടയുണ്ട്. അതീവ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം കരമന കാലടി ജ്യോതിസിൽ സരളാദേവി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. അമൃത ടിവിയിലെ സീനിയർ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് ഗിരീഷ് KS, ഹരീഷ് KS എന്നിവരാണ് മക്കൾ. KSEB റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ L. കുഞ്ഞികൃഷ്ണൻ നായരാണ് ഭർത്താവ്. സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. സുരക്ഷിതവും സുസ്ഥിരവുമായ ജലപരിപാലനം വീടുകളിലൂടെ സാധ്യമാക്കുന്ന വേവ് ഓഫ് ചേഞ്ച് പദ്ധതിക്ക് തുടക്കമായി. കൊല്ലം അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് മാതാ അമൃതാനന്ദമയി മഠം, യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സമഗ്ര ജലപരിപാലന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ലോക ജലദിനാചരണത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽക്കടവിൽ നടന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പ്രിൻസിപ്പൽ ഡോക്ടർ M. രവിശങ്കർ നിർവഹിച്ചു. ശ്രീ വ്യാസസ്മാരക ആര്യജനസഭ കരയോഗം സെക്രട്ടറി ഉദയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിലെ അധ്യാപകർ ക്ലാസുകളെടുത്തു. സുരക്ഷിതവും സുസ്ഥിരവുമായ ജലപരിപാലനം വീടുകളിലൂടെ എന്ന ആശയവുമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയിലൂടെ സുസ്ഥിര ജലപരിപാലനത്തിൽ മാറ്റം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.